ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും കളിക്കാൻ പോവുകയാണ് ഒരു BR റാങ്ക്ഡ് മാച്ച്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മളുടെ റിക്വസ്റ്റ് ബോക്സിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, പക്ഷേ 1 മിനിറ്റ് അത് ബെർമുഡ മാപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നമുക്ക് തൽക്കാലത്തേക്ക് നമുക്കൊരു സോളോ വേഴ്സസ് സ്ക്വാഡ് മാച്ച് കളിക്കാം. തോക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നില്ല. എന്താ കാരണമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിന് എൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലായതുകൊണ്ട് തന്നെ ആരും കാണുന്നതൊന്നുമില്ല വലുതായിട്ട്. അപ്പം നിങ്ങൾ വേണം എന്നെ സപ്പോർട്ട് ചെയ്യുക. എനിക്കിങ്ങനെ വീഡിയോ ഇട്ടിട്ടും വലിയ കാര്യമൊന്നും തോന്നുന്നില്ല, പക്ഷേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓ വേണ്ടത്താച്ചാ Free Fire India is set in a അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ കൂടെ കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ UID ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. എത്ര വലിയ മൂവാണെങ്കിലും ഞാൻ കളിക്കും. അതിന് ആരൊക്കെയാണെന്ന് പറഞ്ഞാലും ശരി. എനിക്കെന്തൊക്കെ പറഞ്ഞാലും കളിച്ച് എൻ്റെ റാങ്ക് ഒന്ന് പുഷ് ചെയ്താൽ മാത്രം മതി. നിങ്ങളൊന്ന് കയറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിങ്ങൾ കയറിയാൽ മാത്രം മതി. ജസ്റ്റ് നിങ്ങൾ UID ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോച്ചിനോക്കിലാണ് ഇറങ്ങാൻ പോകുന്നത്. പീക്കിലും ക്ലോക്ക് ടവറിലൊന്നും ഇറങ്ങി എനിക്ക് ചാവാനൊന്നും വയ്യ. നമുക്ക് ജസ്റ്റ് പോച്ചിനോക്കിലൊന്നും ഇറങ്ങാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാപ്പാണ് ബെർമുഡ. അതിനകത്ത് പോച്ചിനോക്ക് മാപ്പാണ്, പിന്നെ പറയാൻ വേണ്ട കിടുക്ക മാപ്പാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള മാപ്പാണത്. ആ ഡബിൾ ഡോർ വീട് സീനാണ്. CS റാങ്ക് മാച്ച് കളിക്കാൻ പോലും എനിക്കിവിടെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു AW എടുത്തുകൊണ്ട് പോയി അപ്പുറത്തോട്ട് ഇപ്പുറത്തുനിന്ന് ആരെ വേണമെങ്കിലും നമുക്ക് അടിച്ചിടാൻ പറ്റും. അങ്ങനത്തെ സ്ഥലമാണ്. ഫസ്റ്റ് കയറിയപ്പോൾ എൻ്റെ അർസനലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഷോർട്ട് റേഞ്ചിന് വേണ്ടി UMP ഉണ്ട്, പക്ഷേ ലോങ് റേഞ്ചിന് വേണ്ടി ഒന്നുമില്ല. നമുക്ക് M4A13 ഇതൊക്കെ ആർക്കാണെന്ന് ഈ ഭാഗ്യം കൊണ്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഇതൊന്ന് അൾട്രാ പ്രോ മാക്സ് ഭാഗ്യമാണ് കൈസ് നമുക്ക്. അങ്ങനെ കയറി ചെന്നപ്പോൾ തന്നെ ഒരു M4A13 ഇതാ നടക്കുന്നു. നിങ്ങൾക്ക് UMP ആണ് ഇഷ്ടം, ബൈസനാണ് ഇഷ്ടം? ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. BSK അടപ്പുണ്ട്, പക്ഷേ എനിക്ക് BSK ഇത്രയും ഇഷ്ടമല്ല. ദിമുസ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു അർസനൽ തുറക്കാൻ 2 മിനിറ്റും കൂടി വേണമല്ലോ ഗൈസ്. ക്രോണ് നടക്കുന്നു, വേണ്ട ഇത് മതി. ആരെങ്കിലും ഉണ്ടാകും നോക്കിയേക്കാം. ഉണ്ടാ ഒരു എനിമി പോലും ഇല്ല ഇവിടെ. അങ്ങനത്തെ ഒരു കിടുക്കാച്ച സ്ഥലമാണ്. നമ്മളെ പേടിച്ച് മാറിയിരിക്കും അവന്മാർ. അങ്ങനത്തെ പോകല്ലേ എന്ന് പറയണം എന്നൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇവിടെ എല്ലാം കാണും, ഒളിച്ചിരിക്കുകയായിരിക്കും. പോക്കറെ കൊണ്ടൊന്ന് അടിച്ചിടും. പ്ലാസ്മ നടക്കുന്നുണ്ട്, പക്ഷേ അത്രയ്ക്ക് ആവശ്യത്തോട്ടാണ്. പക്ഷെ കൈ കിട്ടിയാൽ അടിക്കാനും കൊള്ളാം. ഇറങ്ങുമ്പോഴൊക്കെ നല്ല ഒരു തോക്ക് കൈ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്.
തോംസൺ. ഷോർട്ട് റേഞ്ചർ കിട്ടിയ അത് നമ്മളൊരു ലോങ് റേഞ്ചിന് XM8ഉം ഷോർട്ട് റേഞ്ചിന് തോംസണും ഉണ്ട്. ഇത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും അവിടെ തന്നെ വന്നല്ലോ ഗൈസ്. എന്നെ കൊണ്ട് തോറ്റി. എന്നെ കണ്ട് നോക്കത്തേ ഉള്ളു. ഉണ്ടായിരടാ. ഒന്നുമില്ല ഗൈസ്. ഇനി ഇവിടെ വീട്ടിൽ പോകണ്ടേ ഗൈസ്? ആർസനൽ തുറക്കാൻ പോകും ഗൈസ്. നമുക്ക് ആർസനൽ തുറക്കാം ഗൈസ്. ഡ്രോൺ കടന്ന് കറങ്ങുന്നുണ്ട്. ഡ്രോൺ പോയി. നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് മാറി വയ്ക്കാം. പറയാൻ പറ്റിയിട്ട് എനിമിയും ചാടി വരും. ഒരു പ്രാവശ്യം ഇത് കണക്കിന് ആർസൺ തുറക്കുന്ന കണ്ടിട്ട് അങ്ങോട്ട് കയറി ചെന്ന് കൊടുത്തതാണ്. ഒരു സ്കോഡ് ഉണ്ടായിരുന്നു, എന്നെ തീർത്ത് കളഞ്ഞു ഗൈസ്. 3, 2, 1 ഗൈസ്. ആർസണൽ തുറക്കാൻ സമയമായി. ഗൈസ് നമ്മളുടെ ഷോർട്ട് റേഞ്ച് M10 എടുത്തിട്ടുണ്ട്. ഗൈസ് AW. പക്ഷെ വേണ്ട. വേണോ? അവർ സ്നൈപ്പറാണോ അത് വേറെ കാര്യം. അല്ലെങ്കിൽ വേണ്ടല്ലേ, ചാവാൻ സമയമില്ല. നമുക്ക് ഇതെടുക്കാം. എടുത്തിട്ടുണ്ട്. ഫാക്ടറി മഴയൊക്കെ ഇറങ്ങിപ്പോണ്ട് ഗൈസ്. ആരുമില്ല. നമുക്ക് സൈഡിലോട്ട് പോയിട്ട് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. വണ്ടിയൊന്നും കിടക്കൂല. ആരാണ് ഗൈസ് വീട്ടിൽ നിൽക്കുന്നത്? ഒരുത്തനും ഇല്ലല്ലോ ഗൈസ്. കയ്യിലൊരു M10 SVD ഉണ്ടെന്നുകൊണ്ട് കാര്യമില്ല. 0 കിലി തന്നെ കിടക്കുകയാണ്. 21 പേരുണ്ട്. 22 പേരുണ്ട്. ഞാനും ഉണ്ട്. ഞാൻ സോളോ പാസ് സ്കോഡ് മാച്ച് കളിച്ചിട്ട് പോലും ഒരു സ്കോഡിനെ പോലും കാണാനില്ലല്ലോ ഗൈസ്. പേടിച്ചൊതുങ്ങി ഗൈസ്. ഒരുത്തനെ കാണാനില്ല ഗൈസ്. പറഞ്ഞില്ല അതാ എനിമി ഇരിക്കുന്നു. നിൽക്കുന്നു ഗൈസ്. എനിമിയിൽ അടി കിട്ടിയാണ് എനിക്ക്. നമുക്ക് വലിയാന്നാണ് നല്ലതെന്ന് തോന്നുന്നു, പക്ഷെ വലിയുന്നില്ല. എനിമി ഉണ്ടെങ്കിൽ അടിക്കാതെ പോകുന്നത് മോശമല്ലേ ഗൈസ്. ജസ്റ്റ് മണ്ടയൊക്കെ പോകുന്ന കറങ്ങി അടിച്ചിട്ട് വരാം. ഒരു എനിമിനെ ഒന്നുമില്ല. ആ സൈഡിൽ ഞാൻ വന്ന് നിന്നേ ഉള്ളു ഗൈസ്. ഡ്രോപ്പ് വീണു. ഇവിടെ നിൽക്കുന്നത് നല്ലതെല്ലാം തോന്നുന്നു. നമുക്ക് പതുക്കെ വലിയ ഇവിടെ സ്കോഡ് കാണാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ കില്ല് വാരി കൂട്ടുന്ന സ്വഭാവമൊന്നുമില്ല ഗൈസ്. നമുക്ക് അവസാനം വരെ ഒന്ന് ബുയ അടിക്കുന്ന സുഖം ഉണ്ടാകും ഗൈസ്. ആ സുഖമാണ് സുഖം. കില്ല് വാരി കൂട്ടുന്നതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ദോ പോണു ഗൈസ്. ഞാൻ പറഞ്ഞില്ല. അവൻ അടി കൊണ്ട് പക്ഷെ ചത്തില്ല. അടി കൊണ്ടിട്ട് ചാവുന്നില്ല ഗൈസ്. ഒരു 88 കൊടുത്ത് പിന്നെ ഒരു 188 കൊടുത്ത് എന്നിട്ടും ചത്തില്ല അവൻ. അവൻ ഇറങ്ങിയാലേ പറ്റൂ ഗൈസ്. ബാഗിന് സോം വരെയാണ്. സൂപ്പർമെന്റ് അടിച്ചു തോന്നുന്നു ഗൈസ്. അടുത്ത ആളെ കണ്ടു ഗൈസ്. ഇപ്പൊ ചത്താനെ ഗൈസ്. നമ്മള് എവിടെ നിന്നൊക്കെ എനിമി വരും അറിയാൻ വയ്യ. ഒരു നോക്ക് ഗൈസ്. ഇങ്ങോട്ട് മാറി നിൽക്കാൻ.
എവിടുന്നാണോ നിന്നതേ ഉള്ളു ഗൈസ്. എന്നെ അടിച്ചിട്ട് മാത്രമേ എനിക്കിൻ്റെ ഓർമ്മയുള്ളൂ. ഇവൻ ഞാൻ അടിച്ച്, പക്ഷെ ഇവനെ കൊന്നു കളഞ്ഞ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. 6+ ഗൈസ്. ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് വെറും 6+. ഇതെങ്ങനെയാണ് ഗരിയില്ല നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.